ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തയ്യൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യമായിട്ട്, അതായത് തയ്യൽ മെഷീൻ കൂടാതെ എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ളൊരു കത്രിക വേണം. നല്ല മൂർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ തുണി കട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പാണ്. അപ്പോൾ അതിൽ 60 ഇഞ്ച് വരെ ഉണ്ടാകും, അതായത് ഒരു 1.5 മീറ്റർ അളവെടുക്കാനുള്ള ഒരു ടേപ്പാണിത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇഞ്ചിലും അതുപോലെ മറുഭാഗത്ത് സെൻറ്റിമീറ്ററിലും നമുക്ക് അളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്പേഴ്സൊക്കെ കറക്റ്റ് കാണുന്ന രീതിയിൽ ടേപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പല നിറത്തിലുള്ള നൂലുകളാണ്. നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കളർ നൂല് വെച്ചിട്ട് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ പതിയെ ഓരോ ഡ്രസ്സുകൾ തയ്ച്ചു തുടങ്ങുമ്പോൾ അതിന് മാച്ചായിട്ടുള്ള കളേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് തയ്യൽ മെഷീനിൽ ആവശ്യമുള്ളതാണ് ബോബിനും അതിൻ്റെ കേസും. ഇതാണ് ബോബിൻ, ഇതതിൻ്റെ കേസ്. നമ്മൾ ഈ ബോബിന് ഈ കേസിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെയൊരു പൊക്കി കൊടുക്കാനായിട്ടൊരു ലിവർ പോലെ ഉണ്ടാവും. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തയ്യൽ മെഷീനിൽ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബോബിന് 2-3 ബോബിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു നൂല് ചുറ്റിക്കഴിഞ്ഞിട്ട് അടുത്ത കളർ ഡ്രസ്സ് എടുക്കുമ്പോൾ വേറെ കളർ നൂല് ചുറ്റേണ്ടി വരും. അപ്പോൾ ആ നൂല് മുഴുവനും എടുത്ത് കളയാതെ എടുക്കാനായിട്ടാണ് പല ബോബിൻസ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇതൊരു ത്രെഡ് കട്ടറാണ്. അത് നമ്മൾ നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ എല്ലാവരും കത്രിക തന്നെയാണ് യൂസ് ചെയ്യുക. എന്നാലും ചെറിയ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യമില്ല, എന്നാലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത് മാർക്കിംഗ് ചോക്കാണ്. നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ ഡ്രസ്സിലാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുന്നില്ലേ, അപ്പോൾ ഈ ഒരു ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാനായിരിക്കും ഈസി. അപ്പോൾ ലൈറ്റ് കളേഴ്സിലാണെങ്കിൽ നമുക്ക് ഡാർക്ക് കളേഴ്സും കിട്ടും. അതുപോലെ തന്നെ ഡാർക്കിലൊക്കെ ആണെങ്കിൽ വൈറ്റ് കളേഴ്സിലും വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അടുത്തത് തയ്യൽ മെഷീൻ്റെ സൂചിയാണ്. നമ്മൾ സാധാ തുന്നുന്ന സൂചി പോലെയല്ല, നമുക്കൊരു സെറ്റായിട്ടായിരിക്കും കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഹോള് വരുന്നത്. തയ്യലൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം ഇതുപോലത്തെ സൂചിയൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സൂചി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കാണിക്കുന്നത് ഇതുപോലത്തെ പിന്നുകളാണ്. ഇത് നമുക്ക് 2 തുണി ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരേ ലൈനിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യമില്ല, എന്നാലും ഉണ്ടായിരിക്കുന്നതെല്ലാം നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് തുടക്കക്കാർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.